നമസ്തേ, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കബീർ ദാസ്, മോട്ടിവേഷണൽ ട്രെയിനർ ആൻഡ് ബിസിനസ് കോച്ച്. സ്വദേശം തിരുവനന്തപുരം ജില്ലയുടെ ആറ്റിങ്ങലാണ്. ഇന്ന് കേരളത്തിൽ കൗമാരക്കാർക്കിടയിലെ ആത്മഹത്യ ദേശീയ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ്. ആത്മഹത്യാ പ്രവണതയിൽ നിന്നും കൗമാരക്കാരെ എങ്ങനെ പുറത്തു കൊണ്ടുവരാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഈ അടുത്ത കാലത്തായി വന്ന ഒരുപാട് മാധ്യമ വാർത്തകളും മറ്റുമാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്രചോദനമായത്. മാത്രവുമല്ല, എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് ഇങ്ങനൊരു ആവശ്യവും പറഞ്ഞു. നമുക്കറിയാം, യുവാക്കളുടെ മരണനിരക്കിൽ ആത്മഹത്യ ഒരു പ്രധാന കാരണമാണ്. പ്രതിസന്ധികളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രതിരോധത്തിനുള്ള ആദ്യപടി. നിങ്ങൾക്കറിയാം, എൻ്റെ ഓരോ യൂട്യൂബ് വീഡിയോകളും വളരെ വ്യക്തവും സുതാര്യവും ഏവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പോയിൻ്റ് ബൈ പോയിൻ്റുകളായിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഇവിടെ കുട്ടികളുണ്ടാകുന്ന ആത്മഹത്യാ പ്രവണത കാര്യകാരണസഹിതം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഉണ്ടാകാനുള്ള കാരണങ്ങൾ പ്രധാനമായും 4 തിരിക്കാം. അതിൻ്റെ ഒന്നാമത്തെ കാരണം അക്കാഡമിക് പ്രഷറാണ്. ഇന്ന് ഓരോ പരീക്ഷകളിലും കോമ്പറ്റീറ്റീവ് എക്സാമുകളിലും ഒരുപാട് പ്രഷർ കുട്ടികൾക്കുണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം സോഷ്യൽ സ്റ്റിഗ്മ, അതായത് സാമൂഹിക കളങ്കമാണ്. അത് ഡ്രഗ്സിൻ്റെ ഉപയോഗമായാലും അതുപോലെ തന്നെ റാഗിങ് മുതലായ സോഷ്യലി ഉണ്ടാകുന്ന ചില കളങ്കങ്ങൾ, അതാണ് നമ്മൾ രണ്ടാമത്തെ പോയിൻ്റായി പറയുന്നത്. മൂന്നാമത്തെ പോയിൻ്റ് ഫാമിലി ഡൈനാമിക്സ്, കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളാണ്. പാരൻ്റൽ ഇഷ്യൂസ് ആയാലും അങ്ങനെ വരുന്ന കുടുംബ പ്രശ്നങ്ങളാണ് നമ്മുടെ മൂന്നാമത്തെ പോയിൻ്റ്. നാലാമത്തെ പോയിൻ്റ് റിലേഷൻഷിപ്പ് ആൻഡ് പിയർ ഇഷ്യൂസാണ്. കുട്ടികൾ തമ്മിലുള്ള ഇഷ്യൂ, ബന്ധങ്ങളുടെ ഇഷ്യൂ. ഈ 4 പോയിൻ്റുകളാണ് പ്രധാനമായും കുട്ടികളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കാരണങ്ങളായി കണ്ടുവരുന്നത്. ആത്മഹത്യാ കാരണങ്ങളെ 4ആയി നമ്മൾ തരംതിരിക്കാം. എന്നിരുന്നാലും അതിനുള്ള ഒരു വാർണിംഗ് സൈൻസ് നേരത്തെ കുട്ടികളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തേതായ വാർണിംഗ് സൈൻ എന്ന് പറയുന്നത് അവരുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചുകളാണ്. ആദ്യമായി അത് ബിഹേവിയറൽ ചേഞ്ച്, ഒരു വിഡ്രോവൽ സിംറ്റം, ഒരു ഇറിറ്റബിലിറ്റി, എന്ത് പറഞ്ഞാലും ഒരു ഇറിറ്റേറ്റ് ആവുന്ന ക്യാരക്ടർ, ഇതെല്ലാം കുട്ടികളിൽ നിന്ന് നമുക്ക് നേരത്തെ കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാരണമാണ്. രണ്ടാമത്തെ കാരണം അവരുടെ എക്സ്പ്രഷൻസ് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഹോപ്പ്ലെസ്നെസ്, ഒരു ആരുമില്ലായ്മ, ഒരു ഫീലിംഗ്. ആ രീതിയിൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് എന്താ, ഞാൻ നോക്കിക്കോളാം എന്ന രീതിയിലുള്ള സംസാരവും പ്രവൃത്തികളും. മൂന്നാമത്തേത് അവരുടെ അക്കാഡമിക് ഡിക്ലൈൻസ് ആണ്. നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി വളരെ പെട്ടെന്ന് അവൻ്റെ ഗ്രേഡുകൾ ഒരുപാട് താഴേക്ക് വരികയും അവൻ്റെ ശ്രദ്ധയെല്ലാം മാറുകയും ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. നാലാമതായി കണ്ടുവരുന്നത്, അതായത് അവന് വളരെ പ്രിയപ്പെട്ട പല സാധനങ്ങളും സുഹൃത്തുക്കൾക്ക് കൊടുക്കുക. എൻ്റെ ഈ സാധനം ഇത് മറ്റാർക്കെങ്കിലുമൊക്കെ, അതായത് ഒരിക്കലും അവന് വളരെ പ്രിയപ്പെട്ടതായിരുന്ന സാധനങ്ങൾ പോലും മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാണാം. ഇതെല്ലാം തന്നെ അവൻ്റെ ഒരു വാർണിംഗ് സൈനായി നമ്മൾ കണക്കാക്കണം. കുട്ടിയിലുണ്ടാകുന്ന ഇത്തരം വ്യത്യാസങ്ങൾ നമ്മൾ അതിൻ്റെ ഒരു വാർണിംഗ് സൈനായിട്ട് കാണണം. അപ്പോൾ ഇനി നമുക്ക് പോയിൻ്റ് ബൈ പോയിൻ്റുകളായി ഓരോരോ കാരണങ്ങളായി അവലോകനം ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞു, ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് അക്കാഡമിക് പ്രഷറാണ് എന്ന് പറഞ്ഞു. ഇന്ന് ഇൻറ്റൻസീവ് കോമ്പറ്റീഷൻ, നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷൻ ആയാലും അത് ബോർഡ് എക്സാമിനേഷൻ ആയാലും IIT JEE പോലുള്ള എക്സാമിനേഷനുകൾ, എഞ്ചിനീയറിംഗ് എൻട്രൻസുകൾ, മെഡിസിൻ്റെ എൻട്രൻസുകൾ, അതിനൊക്കെ പണ്ട് തൊട്ടേ നല്ല കോമ്പറ്റീഷനുള്ള ഫീൽഡുകളാണ്. അത്തരം കോമ്പറ്റീഷൻ ഒരു കാരണം. രണ്ടാമത് പേരൻസിലുള്ള ഹൈ എക്സ്പെക്റ്റേഷൻ, അത് കുട്ടികളിലേക്ക് കൂടുതൽ ആൻസൈറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അത് കുട്ടികൾക്ക് കുറേ കൂടെ ടെൻഷൻ കൂട്ടും. ഇത്തരം അക്കാഡമിക് പ്രഷറുകളിൽ നിന്നും നമുക്ക് കുട്ടികളെ രക്ഷിക്കാനുള്ള മാർഗങ്ങളുണ്ട്. ഒന്നാമതായി അതിന് വേണ്ടുന്നത് കുട്ടിക്ക് നല്ല ടൈം മാനേജ്മെൻറ്റും അവനെ നല്ല ഓർഗനൈസേഷനും പഠിപ്പിക്കുക എന്നുള്ളതാണ്. ടൈം മാനേജ് ചെയ്ത് പഠിക്കുന്ന കുട്ടികൾക്ക് ടെൻഷൻ കുറയും. അത് കുട്ടികൾക്കല്ല, വലിയവർക്കായാലും കൃത്യമായ ടൈം മാനേജ് ചെയ്യുന്നവർക്ക് ടെൻഷനും അൻസൈറ്റിയൊക്കെ വളരെ കുറവായി. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. രണ്ടാമതായി പറയുന്ന പോയിന്റ് ഹെൽത്തി സ്റ്റഡി ഹാബിറ്റ്സുകളാണ്. കുട്ടിയുടെ പഠിക്കുന്നതിൻ്റെ ഹാബിറ്റുകളാണ്. കുട്ടികൾ എല്ലാവരും ഒരുപോലെയല്ല. പലരുടെയും സ്റ്റഡി രീതികൾ പ്രത്യേകമാണ്. ഓരോരുത്തർക്കുമുള്ള സമയങ്ങൾ പ്രത്യേകമാണ്. ചില കുട്ടികൾ രാവിലെ ആയിരിക്കും പഠിക്കുന്നത്, ചിലർക്ക് രാത്രി പഠിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ചിലർ എന്ത് സംഭവിച്ചാലും അവർ ഏത് സമയത്തും ഒരുപോലെ പഠിക്കുന്ന കുട്ടികളായിരിക്കും. ചിലർക്ക് വളരെ പിൻ ഡ്രോപ്പ് സൈലൻറ്റ് ആയിട്ടായിരിക്കും പഠിക്കുന്നത്. മാത്രവുമല്ല, ആ കുട്ടിയുടെ ക്വാളിറ്റി ടൈം, ഏത് സമയമാണ് ഏറ്റവും കൂടുതൽ ആ പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കാൻ കഴിയുന്ന സമയം ഏതാണ് എന്ന് മനസ്സിലാക്കുകയും ആ സമയം പഠിക്കുന്നതിന് വേണ്ടിയും മറ്റ് സമയങ്ങൾ അവൻ്റെ മറ്റ് ആക്ടിവിറ്റികളിലേക്ക് വേണ്ടി സെലക്ട് ചെയ്യാൻ നമ്മൾ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്.
മൂന്നാമത്തെ പോയിന്റ് സ്ട്രെസ് റിലീഫ് സ്ട്രാറ്റജീസാണ്. കുട്ടികൾക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാകാതിരിക്കാൻ അതിൽ നിന്ന് റിലീഫ് കിട്ടാനുള്ള സ്ട്രാറ്റജികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് കുട്ടികൾക്ക് നല്ല കുറച്ച് സമയം പഠിത്തത്തോടൊപ്പം തന്നെ ചില എൻ്റർടൈൻമെൻറ്റുകൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ചില എൻ്റർടൈൻമെൻറ്റുകൾ, അതിലേക്ക് മാത്രമല്ല നല്ല ബ്രീത്തിങ് എക്സസൈസുകൾ, കുട്ടിയോട് കൂടുതൽ സമയം ചിലവഴിക്കുന്ന, അവർക്ക് കൂടുതൽ സ്ട്രെസ് ഉണ്ടാവാതിരിക്കാനുള്ള ആക്ടിവിറ്റികളിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ്. നാലാമത്തേത് സീക്ക് സപ്പോർട്ട്. കുട്ടിക്ക് നല്ല സപ്പോർട്ട് നമ്മൾ കൊടുക്കുക. എല്ലാ പേരൻസും പറയാറുണ്ട്, ഞങ്ങൾ സാറേ അവന് ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്, അവനെ ട്യൂഷൻ അയക്കാറുണ്ട്, സ്കൂളിൽ നിന്ന് ഒട്ടുപോലും നടക്കണ്ട, വീട്ടിൽ നിന്ന് അവനെ നേരെ സ്കൂൾ വരെ വണ്ടി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അവനെന്ത് കുഴപ്പമാണെന്നാണ് ചോദിക്കുന്നത്. ആ സപ്പോർട്ടല്ല ഉദ്ദേശിക്കുന്നത്. കുട്ടിക്ക് നമ്മളെ സപ്പോർട്ട് പറയുന്നതല്ല, അവന് സപ്പോർട്ട് കൊടുക്കുകയാണ് വേണ്ടത്. എന്തെല്ലാം രീതിയിൽ സപ്പോർട്ട് ചെയ്യാം? ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയാം. ഒരു കുട്ടി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഒരു ദിവസം മോൻ്റെ കൂടെ ഇരുന്നിട്ട്, മോനെ നമുക്കിന്ന് ഈ ടേബിളെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം, മോൻ്റെ ടേബിൾ അച്ഛനും കൂടെ ഇരുന്ന് സെറ്റ് ചെയ്യാം, എന്നിട്ട് ആ ടേബിളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ അവനെ സഹായിക്കാം, അവൻ്റെ അലമാരയിൽ ബുക്കൊക്കെ അടുക്കി വെക്കുന്നതിന് വേണമെങ്കിൽ പറയാം, മോനെ ഒരു കാര്യം ചെയ്യും, സയൻസ് ഗ്രൂപ്പൊക്കെ നമുക്ക് ആ സെക്കൻഡ് റോയിലേക്ക് അടുക്കി വയ്ക്കാം, മോൻ്റെ ലാംഗ്വേജ് എല്ലാം ഫസ്റ്റ് റോയിൽ അടുക്കി വയ്ക്കാം, മോൻ്റെ ഹോംവർക്കുകളും മറ്റു വർക്കുകൾ ഇതിൻ്റെ ബുക്കെല്ലാം അടുക്കി വയ്ക്കാം. അതിന് മോനോടൊപ്പം ചേർന്ന് അവൻ ഓരോന്ന് അങ്ങനെ വരുമ്പോൾ കുട്ടിയുടെ കൂടെക്ക് ഭയങ്കരമായ സന്തോഷം ഉണ്ടാകും മോന്. ബാക്കി നമ്മൾ കൊടുക്കുന്ന ഈ ഫിനാൻഷ്യൽ സപ്പോർട്ടോ അവന് ട്യൂഷൻ സപ്പോർട്ടോ അല്ല സപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവന് പഠിക്കാൻ അവൻ്റെ ടേബിൾ അറേഞ്ച് ചെയ്യുന്നതിന്, അതുപോലെ തന്നെ പേന പെൻസിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടേക്കാതെ അതിന് ഒരു സ്റ്റാൻഡ് വയ്ക്കാം. എന്നിട്ട് നമ്മളെപ്പോഴും മാർക്കറ്റിൽ പോയി ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് മോന് കൊണ്ട് കൊടുക്കാറുണ്ട്. പക്ഷേ അന്നൊരു ദിവസം മോനെ ഒരു പെൻ സ്റ്റാൻഡ് നമുക്ക് വാങ്ങിച്ചുകൊണ്ടാണ് മോനെ സ്കൂട്ടറിൻ്റെ പിറക്കിയിരുത്തി അല്ലെങ്കിൽ വണ്ടിയിൽ കൊണ്ടുപോയി അവൻ്റെ ഇഷ്ടപ്പെട്ട ഒരു പെൻ സ്റ്റാൻഡ്, വെറും 10 രൂപയുടെ വിലയുള്ള അല്ലെങ്കിൽ ഒരു 50 രൂപയ്ക്ക് അകത്ത് വിലയുള്ള ഒരു പെൻ സ്റ്റാൻഡാണ് നമ്മൾ വാങ്ങുന്നത്. അന്നത്തെ ആ പർച്ചേസ് നിങ്ങൾ 1000 രൂപയ്ക്ക് സാധാരണ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യുമ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് കൊണ്ട് കൊടുക്കുന്നതിനേക്കാൾ അന്ന് അച്ഛനും മോനും കൂടെ അല്ലെങ്കിൽ അമ്മയും മകനും കൂടെ മാർക്കറ്റിൽ പോയി എന്തിനാ ഒരു സാധനം വാങ്ങിക്കാനാണ് പോകുന്നത്. ആ സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചു. അല്ലെങ്കിൽ അവിടെ വാങ്ങിക്കാൻ ചെന്നപ്പോൾ പറഞ്ഞു, നമ്മളെ മോൻ്റെ സ്റ്റഡി റൂമിൻ്റെ സൈഡിൽ ഒരു ഡ്രോയിങ് ഷീറ്റും കൂടെ ഇങ്ങനെ സെറ്റ് ചെയ്താൽ അപ്പോൾ മോൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയിന്റുകളൊക്കെ അവിടെ നോട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ഈ കളറുള്ള പേപ്പർ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ മോന് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന ഒരു സാധനം അത് മാത്രം പർച്ചേസ് ചെയ്ത് അന്നത്തെ യാത്ര പോലും മോന് വേണ്ടിയാണ് പോയത് എന്ന് ഓർക്കണം. അപ്പോൾ അങ്ങനെയുള്ള സപ്പോർട്ടുകൾ കുട്ടിക്ക് ഒരുപാട് മാനസികമായി സന്തോഷം ഉണ്ടാകും. അപ്പോൾ അത് എല്ലാം അടുക്കി വയ്ക്കുന്നു. പിറ്റേന്ന് അച്ഛനും കൂടെ ചെന്ന് സഹായിച്ചു കൊടുത്തു, അല്ലെങ്കിൽ അമ്മ ബുക്കൊക്കെ എടുത്ത് സഹായിച്ചാൽ ഈ നോട്ട് ബുക്ക് ഇത് നമുക്ക് ഇവിടെ വെച്ചാലും കുട്ടിയെ കൊണ്ട് ചെയ്യിക്കുകയും വേണം. നമ്മൾ ചെയ്യാൻ പാടില്ല. നീ അങ്ങോട്ട് മാറിയില്ല, ഞാൻ അടുക്കി വെച്ചുതരാം, കുട്ടി തന്നെ തപ്പിപ്പോവും, എൻ്റെ ബുക്ക് എവിടെ ഇരിക്കുകയാണ്, അച്ഛനാണ് ഇന്നലെ അടുക്കി വെച്ചത്. അങ്ങനെ ആകാൻ പാടില്ല. കുട്ടിക്ക് സഹായിക്കുക, അവന് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്ത് കൊടുത്താൽ ഈ പറയുന്ന അക്കാഡമിക് പ്രഷർ എന്നൊക്കെ ഒരുപാട് കുട്ടിയെ നമുക്ക് പുറകോട്ട് കൊണ്ടുവരാൻ പറ്റും. 5ാമത്തെ പോയിന്റ് പറയുന്നത് മെയിൻറ്റെയിൻസ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്നാണ് പറയുന്നത്. കുട്ടിയുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ കുട്ടിയെ കൃത്യമായി ഉറക്കമൊഴിക്കുന്ന സമയത്തിന് നമ്മൾ കൃത്യത പാലിക്കുക. എല്ലാ ദിവസവും കുട്ടിയുടെ അടുത്ത് 5 മണിക്ക് വിളിച്ചുണർത്തിയിട്ട് അച്ഛനും അമ്മയും കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ ശരിയാവത്തില്ല, കുട്ടിയുടെ കൂടെ എഴുന്നേൽക്കുകയും വേണം. അപ്പോൾ കൃത്യമായ സമയത്ത് അവൻ എഴുന്നേൽക്കുക, കൃത്യമായ ഒരു ഉറങ്ങുന്നതിന് കൃത്യമായ സമയം. കുട്ടികളാണ് 8 തൊട്ട് 10 മണിക്കൂറെങ്കിലും കുട്ടികൾ നന്നായിട്ട് ഉറങ്ങണം. ഉറങ്ങാനുള്ള സമയം സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആഹാര രീതി. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം കൂടുതലും ജങ്ക് ഫുഡിലാണ് എല്ലാവർക്കും താല്പര്യം. നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ജങ്ക് ഫുഡ് കഴിക്കാം, കുഴപ്പമില്ല, നമുക്ക് വെളിയിൽ നിന്നുള്ള സാധനം പർച്ചേസ് കഴിക്കാം. പക്ഷേ ബാക്കി ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിലുള്ള നല്ല ഫുഡ്, അത് കൃത്യമായ ഫുഡിൻ്റെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കുക, നന്നായി വെള്ളം കുടിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള ഹെൽത്തി ലൈഫ് സ്റ്റൈലും കൂടി ഉണ്ടെങ്കിൽ കുട്ടിക്ക് സ്ട്രെസ്സിൽ നിന്ന് ഒരുപാട് പുറത്തു കൊണ്ടുവരാൻ പറ്റും. ഈ രീതിയിലെല്ലാം നമ്മൾ കുട്ടിയെ സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ടൈം മാനേജ്മെൻറ്റ് നമ്മൾ ഹെൽപ്പ് ചെയ്ത് മോൻ്റെ സ്റ്റഡിക്ക് വേണ്ടുന്ന ഈ 5 പോയിന്റുകളും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും കുട്ടിക്ക് അക്കാഡമിക് പ്രഷർ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകാനേ സാധ്യതയില്ല. എന്നിട്ടും കുട്ടി ഭയങ്കര ടെൻസ്ഡാണ്, പരീക്ഷ ആകുമ്പോൾ അവന് ഭയങ്കര ടെൻഷനാണ് എങ്കിൽ പിന്നെ ചെയ്യേണ്ട 2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡാണ്. അച്ഛൻ്റെയും അമ്മയുടെയും വളരെ അടുത്ത ഒരു ഫ്രണ്ടാക്കി മാറ്റുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു ഇത് പറയുന്നത് വി വിത്ത് യു, നമ്മൾ നിൻ്റെ കൂടെ ഉണ്ട്, മോനെ എന്ത് വന്നാലും അച്ഛനും അമ്മയ്ക്കും മോൻ്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് പേടിക്കുന്നത്. അപ്പോൾ ആ കുട്ടി കുറച്ചുകൂടെ റിലാക്സ് കിട്ടും. നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ള ധാരണ കുട്ടിയിലേക്ക് ജനിപ്പിക്കാൻ കഴിയുക.
എന്നിട്ടും ആ കുട്ടി നല്ല പ്രഷറിലാണ്, പരീക്ഷയൊക്കെ ആകുമ്പോൾ നല്ല അക്കാഡമിക് പ്രഷറുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന പോലെ ഈ പരീക്ഷകളോ ഒന്നുമല്ല ജീവിതത്തിൽ സക്സസ് ആകുന്നത്, നമ്മളെ ജീവിതത്തിൽ വലിയ ഉന്നതങ്ങളിലെത്തിക്കുന്നത് ഒരു അക്കാഡമിക് ഒരു പരീക്ഷ കൊണ്ടൊന്നുമല്ല. എന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല നല്ല സക്സസ് സ്റ്റോറികൾ, ഈ പരീക്ഷകളൊന്നും പാസ്സാകാതെ ജീവിതത്തിൽ വലിയ വലിയ സക്സസ് ആയിട്ടുള്ള നല്ല സക്സസ് സ്റ്റോറികൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മോൻ ഒരുപാട് നമ്മുടെ അക്കാഡമിക് പ്രഷറിൽ നിന്നും കുട്ടിയെ പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്നാണ് പറയുന്നത്. ഇതായിരുന്നു ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റിലേക്ക് കടക്കാം. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു സോഷ്യൽ സ്റ്റിഗ്മ, നമ്മുടെ സാമൂഹികമായി ഉണ്ടാകുന്ന കളങ്കങ്ങൾ. ഇന്ന് ഏറ്റവും വലിയ വിപത്തായി മാറിയിരിക്കുന്നതാണ് നമ്മളെ ഡ്രഗ്സിൻ്റെ ഉപയോഗവും അത് ആക്സസിബിലിറ്റിയും. പണ്ട് ഒന്നും ആർക്കും അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ എൻട്രൻസോട് കൂടി ഇതൊക്കെ കിട്ടാൻ വളരെ ഈസിയായി മാറി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ലാക്ക് ഓഫ് പണിഷ്മെൻറ്റ്, ഇത്തരം പിടിക്കപ്പെടുന്നവർക്കൊന്നും വളരെ ചെറിയ രീതിയിൽ വലിയ പണിഷ്മെൻ്റ് ഒന്നും കിട്ടാതെ ഭയങ്കര നിയമങ്ങളുണ്ട്. ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗവും അതിൻ്റെ വിപണനവും ഒക്കെ തടയാൻ ഗവൺമെൻറ് തലത്തിൽ വലിയ വലിയ പണിഷ്മെൻറ്റുകളുണ്ടെങ്കിലും അവരതിൻ്റെ എല്ലാം പഴുതുകളിലൂടെ ഊരിപ്പോകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇതെല്ലാം ചെയ്യിക്കുന്ന വലിയ ശക്തികൾ പോലും കൊച്ചു കുട്ടികളെ കൊണ്ടാണ് അത് ചെയ്യിക്കുന്നത്. 18 വയസ്സ് പോലും തികയാത്ത ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റിലോട്ട് വരും. അപ്പോൾ അവൻ രക്ഷപ്പെട്ടു പോകും. അങ്ങനെയുള്ള കാരണങ്ങൾ. മൂന്നാമത്തെ കാരണം പറയുന്നത് അതിനകത്ത് ആൽക്കഹോൾ. നമുക്കറിയാം ആൽക്കഹോൾ എന്ന് പറയുന്നത് ഇന്ന് എല്ലായിടത്തും അവൈലബിലിറ്റി ഉള്ള ഒരു സാധനമാണ്. ഹാംഫുൾ സോഷ്യൽ കണ്ടൻറ്റുകളാണ്. ഹാംഫുൾ സോഷ്യൽ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികളെല്ലാവരും കയ്യിലും മൊബൈലുണ്ട്. അത് മൊബൈൽ അവർ സ്വന്തമായി ഇല്ല എങ്കിൽ അവർക്ക് പേരൻസിൻ്റെയും സുഹൃത്തുക്കളുടെയും മൊബൈലൊക്കെ കിട്ടുന്നുണ്ട്. കുട്ടികളുടെയൊക്കെ വാട്സാപ്പിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും അവരുടെ സോഷ്യൽ മീഡിയ അവരുടെ അക്കൗണ്ടുകളിലൊക്കെ നമുക്ക് പോലും പേരൻസിന് കാണാൻ കഴിയാത്ത രീതിയിൽ, പക്ഷേ അതിനൊക്കെ അവർക്ക് അതിനുള്ള കഴിവുകളുണ്ട്. കാണാൻ അറപ്പ് തോന്നുന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ട്സുകളാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ടീനേജുകാർക്ക് ഈ ഇതിലേക്കൊക്കെ വഴി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താണ്? അവർക്ക് ആ പ്രായത്തിൽ ഉണ്ടാകുന്ന ഹോർമോണുകളുടെ ചേഞ്ചാണ്. അത് നമ്മൾ പേരൻസും കൂടി മനസ്സിലാക്കണം. അവരുടെ ഈ പ്രായത്തിൽ അവർക്ക് എപ്പോഴും ഡോപ്പമിൻ കിട്ടും. സന്തോഷം എന്ന് പറയുന്നത് ഏതിലാണോ കൂടുതൽ സന്തോഷം കിട്ടുന്നത് അതിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ വീണ്ടും വീണ്ടും അത് ചെയ്യണം. ഒന്നാമത് ആ പ്രായം, ഈ ഹോർമോണിൻ്റെ അതിപ്രസരം, ഇതെല്ലാം കുട്ടികളെ അതിലേക്ക് കൂടുതൽ നയിക്കും. അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ ഒരു ഹോർമോണുണ്ട്, ഓക്സിറ്റോസിൻ. ഈ ഓക്സിറ്റോസിൻ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കുടുംബപരമായി വളരെ അടുത്ത ബന്ധവും കുട്ടികളുമായി വളരെ അടുത്ത് ചേർന്ന് നിന്ന് ആ ഓക്സിറ്റോസിൻ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുകയാണെങ്കിൽ ആ സ്നേഹത്തിൻ്റെ ഹോർമോൺ തിരക്കാവും പുറത്തേക്ക് പോകില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല കെട്ടുറപ്പുള്ള ബന്ധങ്ങളുള്ള വീടുകളിലെ കുട്ടികൾ അങ്ങനെ പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതുകൊണ്ട് ചേർത്ത് പറയുന്നത് കുട്ടികളുടെ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് ഏതിലാണോ അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് അതിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് കുട്ടികൾ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് മൊബൈലിൽ. ഒരു കാരണവശാലും അച്ഛനും അമ്മയൊക്കെ പറയുന്നുണ്ട് മോനെ മൊബൈൽ തറയിൽ വെക്ക്, പക്ഷെ പോകില്ല. അപ്പോഴാണ് അവൻ്റെ 2 സുഹൃത്തുക്കൾ വരികയാണെങ്കിൽ അപ്പോഴേ മൊബൈൽ കളഞ്ഞിട്ട് അവരുടെ കൂടെ പോകും. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഇതിനേക്കാൾ സന്തോഷം മറ്റതിൽ കിട്ടുന്നു എന്നുള്ളതാണ്. ഇതാണ് കാരണം. ഏതിലാണോ ഡോപ്പമിൻ കൂടുതൽ കിട്ടുന്നത് അതിലേക്ക് നീങ്ങും അത് കുട്ടികൾ. അപ്പോൾ അതിൽ നിന്നും വ്യതിചലിപ്പിച്ച് മറ്റതിലേക്ക് കൊണ്ടുപോകുക എന്നത് പേരൻസിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അതുപോലെ സോഷ്യൽ സ്റ്റിഗ്മയിലുള്ളതാണ് റാഗിങ്. പണ്ട് കാലങ്ങളിൽ റാഗിങ് ഒക്കെ കോളേജ്, വലിയ ഹയർ ലെവൽ സ്റ്റഡീസൊക്കെ നടക്കുന്ന കോളേജുകളിലും മറ്റുമാണ് കേട്ടിട്ടുള്ളത്. ഇന്ന് സ്കൂൾ തലങ്ങളിൽ പോലും റാഗിങ്. ഈ അടുത്താണ് ജനുവരിയിലാണ് എറണാകുളത്ത് ഒരു കുട്ടി 9ാമത്തെ നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്തത്. തിരക്കിയപ്പോൾ സ്കൂൾ റാഗിങ്. അപ്പോൾ റാഗിങ് ഇന്ന് സ്കൂൾ ലെവലിലേക്ക് വരെ വന്നിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ മെയിനായ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ലാക്ക് ഓഫ് മോറൽ വാല്യൂ. കുട്ടികളിൽ വാല്യൂ ഇല്ലായ്മ ജീവിതത്തിൽ വളരെ വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ എത്തിക്സ് ആൻഡ് വാല്യൂസ് എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മളെ കുട്ടികളെ കൃത്യമായി കാണിച്ചിരിക്കണം. നമുക്ക് സാമൂഹിക ബോധമുള്ള നല്ല വാല്യൂസ് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അത്തരം കുട്ടികൾ ഒരു കാരണവശാലും ഇത്തരം ചതിക്കുഴികളിൽ ചെന്നുപെടില്ല. മോറൽ വാല്യൂവിൽ ഏറ്റവും പ്രധാനമായത് ഹോണസ്റ്റി, സത്യസന്ധത എന്ന് നമ്മൾ പറയും. സ്കൂളുകളിൽ പഠിപ്പിക്കുന്നൊരു കാര്യമല്ല, അത് നമ്മളെ കുടുംബങ്ങളിൽ നിന്ന് നമ്മളെ കുട്ടികൾക്ക് കിട്ടണം. സത്യസന്ധത എങ്ങനെയെല്ലാം വെച്ച് പുലർത്താം. സത്യസന്ധതയ്ക്ക് മുകളിൽ ഇൻറ്റിഗ്രിറ്റി, അതിനും ഒരുപാട് മുകളിലാണ്. സത്യസന്ധതയും ഇൻറ്റിഗ്രിറ്റിയും യഥാർത്ഥത്തിൽ ഏകദേശം ഒരുപോലെയാണ് എങ്കിലും സത്യസന്ധതയും ഇൻറ്റിഗ്രിറ്റിയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. സത്യസന്ധനായ ഒരു വ്യക്തിയും ആരും കാണുന്നില്ല എങ്കിൽ അത് കുഴപ്പമില്ല.
ഉദാഹരണത്തിന് ഒരു വീട്ടിൻ്റെ അടുത്ത് ഒരു മാവിൽ ഒരു മാമ്പഴം നിൽക്കുകയാണെന്നിരിക്കട്ടെ, ആ മാമ്പഴം നമ്മളെ വീട്ടിലേക്ക് അയൽക്കാരുടെ വീട്ടിലെ മാമ്പഴം നമ്മുടെ വീട്ടിലേക്ക് വീഴുന്നത് സത്യസന്ധനാണെങ്കിൽ വിചാരിക്കും ഇത് കുഴപ്പമില്ല, അവർ കണ്ടില്ലല്ലോ. പക്ഷേ ഒരു ഇൻറ്റിഗ്രിറ്റി ഉള്ള വ്യക്തി അതെടുത്ത് അവർക്ക് തിരിച്ചേൽപ്പിക്കും. അതാണ് സത്യസന്ധതയും ഇൻറ്റിഗ്രിറ്റിയും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം. ഞാൻ ഒരു ഉദാഹരണത്തിന് പറഞ്ഞു തന്നേ ഉള്ളൂ. അതായത് ഇൻറ്റിഗ്രിറ്റി എന്ന് പറയുന്നത് സത്യസന്ധതയേക്കാൾ കുറച്ചുകൂടി മുകളിൽ നിൽക്കുന്നതാണ് സമഗ്രത എന്ന് പറയും നമ്മൾ. അപ്പോൾ ഇത്തരം വാല്യൂസ്, അതുപോലെ തന്നെ പ്രോബിറ്റി, നിഷ്കളങ്കത്വം എന്ന് പറയുന്നത്, ഇതെല്ലാം നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടാനുള്ളതാണ് ഇത്തരം വാല്യൂസ്. അതുപോലെ ചേർത്ത് പറയാവുന്ന മറ്റൊരു വാല്യൂ ആണ് എത്തിക്സ്, മൊറാലിറ്റി. എത്തിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നിയമത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെയോ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ഒരു സമൂഹത്തിൻ്റെയോ നിയമാധിഷ്ഠിതമായ കാര്യങ്ങളെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത്. മൊറാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇൻറ്റേർണൽ ഉണ്ടാകുന്ന സാധനമാണ്, നമ്മുടെ മനസ്സിനകത്ത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് മൊറാലിറ്റി. അപ്പോൾ ഇത്തരം വാല്യൂകൾ കിട്ടി വളരുന്ന കുട്ടികൾ, അവരവരുടെ വീടുകളിൽ നിന്ന് ഇത്തരം വാല്യൂസ് കിട്ടുന്ന കുട്ടികൾ ഇത്തരം ചതിക്കുഴികളിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതുപോലെ തന്നെ സോഷ്യൽ സ്റ്റിഗ്മയ്ക്ക് പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കുട്ടികളിൽ ഉണ്ടാകുന്ന കൾച്ചറൽ ചേഞ്ച്. അത് വളരെ വലുതാണ്. കുട്ടി 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയും അല്ലെങ്കിൽ ഒരു പഠിത്തകാലം മുഴുവൻ അവനോടൊപ്പം നടന്ന് സ്കൂളിൽ കൊണ്ടാക്കുന്നു, സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നു, വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നില്ല, വളരെ സ്ട്രിക്റ്റായി നമ്മൾ വളർത്തും. ചിലപ്പോൾ 11, 12 ചിലപ്പോൾ എവിടെയെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ട് നിർത്തും. അല്ലെങ്കിൽ 11, 12 കഴിഞ്ഞിട്ട് എഞ്ചിനീയറിങ്ങോ മെഡിസിനോ അങ്ങനെ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി മോനെ വേറെ സ്ഥലത്തേക്ക് മാറ്റും. ഒരുമിച്ച് ഒരു വലിയ ചേഞ്ചാണ്. അവൻ ഇന്ന് വരെ വളർന്നു വന്ന രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ കൂട്ടുകാർ, ഒരു കൾച്ചറൽ ചേഞ്ച് പെട്ടെന്ന് അവനിൽ വരികയാണ്. അവിടെ എന്ത് സംഭവിക്കാം കുട്ടികളിലേക്ക്? അത്തരം കാര്യങ്ങളിലും പോകാതിരിക്കണമെങ്കിൽ നമ്മൾ കുട്ടിയെ മൂല്യബോധമുള്ളവരായി വളർത്തിയെടുക്കണം. ആ വാല്യൂസ് നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ വരുന്ന ഒരു കാര്യമാണ് ചൈൽഡ് അബ്യൂസ്. ഇന്ന് സമൂഹത്തിൽ വളരെ കൂടുതലാണ്. അത് കൂടുതൽ സംഭവിക്കുന്ന വീടുകളിൽ നമുക്ക് വളരെ അറിയപ്പെടുന്നവരും ഇത്തരം ചൈൽഡ് അബ്യൂസ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ച കേസുകളിലേക്കൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുള്ളത് ആ കുടുംബവുമായി ആ വീടുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരാണ്. ഒന്നുകിൽ റിലേറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഫ്രണ്ട്സ് ആയിരിക്കും. അതായത് നമ്മളെ വീടുമായി വളരെ അടുപ്പമുള്ളവരായിരുന്നു കുട്ടിയെ അബ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പല ആത്മഹത്യാ കേസുകളിലും അങ്ങനെയുള്ള കേസുകളാണ് നമുക്ക് അവസാനമായി കണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ സോഷ്യൽ സ്റ്റിഗ്മ ഒരു വലിയ വിഷയമാണ്. ഒരുപാട് ആത്മഹത്യയെ നയിക്കുന്ന ഒരു കാരണം സോഷ്യൽ സ്റ്റിഗ്മയാണ്. 3ാമത്തെ പോയിന്റ് നമ്മൾ ആദ്യമേ പറഞ്ഞു, ഫാമിലി ഡൈനാമിക്സ്. കുടുംബ പ്രശ്നങ്ങളാണ് ഒരു പരിധിവരെ കുട്ടികളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന മറ്റൊരു കാരണം കുടുംബ പ്രശ്നങ്ങളാണ്. ഡൊമസ്റ്റിക് വയലൻസ് 1ാമത്തെ കാരണം. ഡൊമസ്റ്റിക് വയലൻസിൽ നമുക്കറിയാം എപ്പോഴും ഇരകളായി വരുന്നത് സ്ത്രീകളോ കുട്ടികളോ ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ളത് ഒരു വലിയ ക്രിമിനൽ കുറ്റമാണെന്ന് കുട്ടികളെയും സ്ത്രീകളെയും ഇത് മനസ്സിലാക്കി കൊടുക്കുക. ഇന്ന് സ്കൂൾ തലത്തിലൊക്കെ കുട്ടികൾക്ക് അവരുടെ ഫീലിങ്സ് ഓപ്പണായി പറയാനുള്ള അവസരങ്ങളുണ്ട്. പല സ്കൂളുകളിലും അതിന് കൃത്യമായ അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ കൗൺസിലേഴ്സ് ഉണ്ട്, അവിടെ കൗൺസിലിംഗ് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള കൗൺസിലിങ്ങിലൊക്കെയാണ് പലപ്പോഴും കുടുംബ പ്രശ്നങ്ങൾ നമ്മുടെ കൗൺസിലേഴ്സിൻ്റെ മുമ്പ് വരുന്നത്. ആ വീട്ടിൽ അല്ലെങ്കിൽ ആ കുട്ടി വരുന്നത് ഒരു ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായി എന്ന് അറിയുന്നത് സ്കൂൾ കൗൺസിലിങ്ങിലൊക്കെയാണ് അറിയപ്പെടുന്നത്. 2ാമത്തെ പോയിന്റ്, പേരൻ്റൽ കോൺഫ്ലിക്റ്റ്. നമുക്കറിയാം എല്ലാ കുടുംബങ്ങളിലും പേരൻ്റ് തമ്മിലുള്ളൊരു ചെറിയ കോൺഫ്ലിക്റ്റ്, അത് ചെറിയ കാര്യമാകാം, ചിലയിടത്ത് വലിയ രീതിയിലാകാം. ആ വളരെ ചെറിയ കാര്യം പോലും ഒരു ഫാമിലി കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ കഴിവതും അത് കുട്ടികളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാതിരിക്കാൻ നിങ്ങൾ പേരൻസ് ശ്രദ്ധിക്കണം. അതിൻ്റെ ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 2 മിനിറ്റ് ഒരു ദിവസം എല്ലാ കുടുംബങ്ങളിലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെറിയൊരു ഇഷ്യൂ ഭാര്യയും ഭർത്താവുമായി അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ ചിലപ്പോൾ 1-2 ദിവസം കഴിയുമ്പോൾ അതങ്ങ് മാറും. പക്ഷേ കുട്ടികളിൽ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പേരൻ്റൽ കോൺഫ്ലിക്റ്റ് പറഞ്ഞു. 3ാമത് ഫിനാൻഷ്യൽ പ്രോബ്ലംസ്. ചില കുടുംബങ്ങളിലൊക്കെ ഫിനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടെങ്കിൽ അത് കുട്ടികളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. കാര്യം പേരൻസിന് എപ്പോഴും അതിനെക്കുറിച്ചായിരിക്കും ചിന്തയും സംസാരവും. ആ കുട്ടിക്ക് അവനിൽ ഒരു ജാള്യത, അവന് വലിയ വിഷമം അതിനകത്തുണ്ടാകും. ഈ വീട്ടിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ അതും കുട്ടിയെ ഏതിലേക്ക് ലീഡ് ചെയ്യും? കുട്ടിയുടെ മാനസികമായ ടെൻഷനിലേക്കും കുട്ടിയെ അത് ആത്മഹത്യയിലേക്കും ഒക്കെ ലീഡ് ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാം പറയാറുണ്ട്, ട്രെയിനിങ്ങിലൊക്കെ പലപ്പോഴും പറയാറുണ്ട്, കുട്ടികൾ എപ്പോഴും വീട്ടിൽ പേരൻസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കണ്ടിട്ടുണ്ട്, പേരൻസ് തമ്മിലുള്ള സ്നേഹം കണ്ടിട്ടില്ല. അപ്പോൾ കഴിയുമെങ്കിൽ നമ്മൾക്ക് എന്തിനാണ് ഭയക്കുന്നത്? പേരൻസ് പരസ്പരം സ്നേഹിക്കുന്നതും കുട്ടികൾ കാണണം. കുട്ടികളെ കൂടെ ഇരുത്താനും അവരുമായി നമ്മളെ വീട്ടിൽ കുടുംബം ഒരു അന്തരീക്ഷം കുട്ടികളുമായി ഇരുന്ന് സ്നേഹം പങ്കുവെക്കുന്നതും സ്നേഹിക്കുന്നതും അത് കുട്ടികൾ കണ്ടു വളരുന്ന കുട്ടികൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു വിഷമമുണ്ടാകും. നമ്മളെല്ലാം ഒരു കാരണവശാലും
സ്നേഹിക്കുന്ന ഒരു അച്ഛനൊരു അമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കുന്നത് കുട്ടി കണ്ട ഭയങ്കര നാണക്കേടാണ് അവർക്ക്. ഒരു കാരണവുമില്ല. അത് കുട്ടിക്കാലത്തെ കുട്ടികളെ ചേർത്ത് പിടിക്കാനും അവർക്കൊരു ഉമ്മ കൊടുത്ത് സ്കൂളിൽ വിടാനും നമ്മൾ ശ്രമിക്കണം. അങ്ങനെയുള്ള വീടുകളിലെ കുട്ടികളൊന്നും ഒരു തെറ്റായ സാധനത്തും പോയി കണ്ടിട്ടില്ല. 4ാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, റിലേഷൻഷിപ്പ് ആൻഡ് പിയർ ഇഷ്യൂസ് ആണ്. സുഹൃത്തുക്കൾ തമ്മിലുള്ള ഇഷ്യൂ, മറ്റ് റിലേഷൻഷിപ്പ്. ഈ കൗമാരക്കാർക്കിടയിൽ അവരുടെ ലവ് ഹോർമോൺസ് വളരെ കൂടുതലാണ്. അവർക്ക് സ്നേഹമൊക്കെ വളരെ പെട്ടെന്നായിരിക്കും. ഈ കൂട്ടുകാർ തമ്മിലുള്ള ആയാൽ പോലും അതിന്ന് ആ പ്രായത്തിൽ അത് ഹാബിറ്റാണെന്നും ഈ പ്രായത്തിൽ ഇതൊക്കെ തോന്നും എന്നുള്ള വിവരം നമ്മൾ പേരൻസ് വീട്ടിൽ സ്നേഹത്തോടെ സംസാരിക്കുകയാണെങ്കിൽ കുട്ടിക്ക് അത്ര വലിയ പ്രശ്നം വരില്ല. അതുപോലെ തന്നെ ആ സ്നേഹം വിട്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമവും അത്ര വലുതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ലവ്, ഇങ്ങനെയുള്ള സ്നേഹങ്ങൾ പിരിഞ്ഞു പോകൽ, ഇതെല്ലാം കുട്ടികളിൽ വളരെ വേദന ഉണ്ടാക്കുന്നൊരു കാരണമാണ്. അതിനെല്ലാം ഒരു റെമഡി എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുക എന്നുള്ളതാണ്. പല വീടുകളിലെയും പ്രശ്നം കുട്ടികളുമായി നല്ല കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ളതാണ്. കുട്ടികൾക്ക് അവരുടെ ഫീലിങ്സ്, അവരുടെ വിഷമങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ വീട്ടിൽ വന്ന് പറയാനും അത് പറഞ്ഞാൽ അതുപോലെ കേൾക്കാനും നമ്മൾ പേരൻസ് തയ്യാറാകണം. ഇത്തരം ബ്രേക്കപ്പുകൾ കുട്ടികളെ ഒരുപാട് വേദനിപ്പിക്കും. ആ വേദനകളിൽ നിന്ന് അവനെ കരകയറ്റാൻ പേരൻസിൻ്റെ സഹായം, അത് കുട്ടിക്കാലത്തെ അവൻ്റെ ആ പ്രായത്തിൽ ഈ ലവ് ഹോർമോൺസൊക്കെ വരുന്ന സമയത്ത്, ലവ് ഒക്കെ വരുന്ന സമയത്ത് മോനെ ഇതൊക്കെ നമ്മുടെ മോൻ്റെ ജീവിതത്തിൽ വരും. പല സ്കൂളുകളിലൊക്കെ ഇപ്പോൾ അങ്ങനെ ഉള്ള ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ പേരൻസും ആ കുട്ടിയെ ആ ലെവലിൽ വളർത്തി വരികയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു സുഹൃത്തായി കുട്ടിയെ കാണാൻ നമുക്ക് കഴിയണം. അങ്ങനെ വരുമ്പോൾ ഇത്തരം ചെറിയ വേദനകളൊക്കെ അവന് വീട്ടിൽ വന്ന് ഷെയർ ചെയ്യാനും അതിങ്ങനെ ഉണ്ടായതാണ് മോനെ, ഇതൊക്കെ അങ്ങ് പോവും എന്ന രീതിയിൽ അവന് നല്ലൊരു സപ്പോർട്ട് കൊടുക്കാനും നമ്മൾ പേരൻസ് തയ്യാറായാൽ ഈ പിയർ ഇഷ്യൂ ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാനാകും. അതുപോലെ തന്നെ ബ്രേക്കപ്പുകളുണ്ട്. പലർക്കും പെട്ടെന്നൊരു നല്ല സുഹൃത്തായിരുന്നു. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പല സുഹൃത്തുക്കളുമായി സ്നേഹത്തിലിരുന്നു. അത് ആൺ സുഹൃത്താകാം, പെൺ സുഹൃത്താകാം. പെട്ടെന്ന് ഒരു പിണക്കമൊക്കെ ഉണ്ടായി കുറേ കാലം മിണ്ടാതെയൊക്കെ ഇരിക്കും. അത് കുട്ടികളുടെ ആ പ്രായത്തിൻ്റെതാണ് എന്ന കാര്യങ്ങൾ പക്വമായി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പേരൻസ് തയ്യാറാകണം. അതുപോലെ ഇന്നത്തെ കാലത്ത് സോഷ്യൽ ഐസൊലേഷൻ എന്ന് പറയുന്നൊരു കാര്യം കൂടെയുണ്ട്. കുട്ടികൾ മൊബൈൽ ഫോണിലാണല്ലോ കൂടുതൽ, സോഷ്യലൈറ്റ്സ് ആണല്ലോ കൂടുതൽ. ആ സമയത്തിൽ അങ്ങനെ ഒറ്റപ്പെടുത്തലുകൾ, ഇതിന് ആ സമയം അതിൽ നിന്നൊക്കെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കുട്ടിക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ അവനെ എൻഗേജ് ചെയ്യിച്ചാൽ അവനെ ഇതിൽ നിന്നൊക്കെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. ബുള്ളിങ്, അതുപോലെ ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതി നമുക്കറിയാം. പല കുട്ടികളും ഭീഷണിയിൽ കൂടി ഭയന്നിട്ട് ഇതാരെങ്കിലും അറിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ നിന്നെ അറിയിക്കും അല്ലെങ്കിൽ ഇന്നടത്ത് പറയും, അങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന രീതികൾ, അതെല്ലാം ഭയങ്കര തെറ്റാണ്. ഇങ്ങനെയുള്ള തെറ്റുകൾക്ക് സ്കൂൾ ലെവലിലൊക്കെ നല്ല പണിഷ്മെൻറ്റുകൾ കൊടുക്കുകയും കുട്ടികൾക്ക് അങ്ങനെ ആരെയും ഭീഷണിപ്പെടുത്താൻ പാടില്ല, എന്ത് ഭീഷണി ഉണ്ടായാലും അത് വീട്ടിൽ വന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കുട്ടിയെ നമ്മൾ വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ 4 കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ കാര്യങ്ങളിലെല്ലാം പേരൻസിന് എത്രത്തോളം ചെയ്യാൻ കഴിയുമോ അതുപോലെ ഒരു സഹായം, അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ സ്കൂൾ ലെവലുകളിലും ചെയ്യാൻ കഴിയും. സ്കൂളിന് ഈ നമ്മൾ കുട്ടിയെ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിന് ഇതിൽ ഒരുപാട് വലിയ പങ്ക് വഹിക്കാൻ കഴിയും. ഇന്ന് സ്കൂളുകളിലെ ടീച്ചേഴ്സിനും സ്റ്റാഫിനും അവിടുത്തെ കൗൺസിലേഴ്സിനുമൊക്കെ കൃത്യമായ ട്രെയിനിങ്ങുകൾ കൊടുക്കുകയും കുട്ടികളും പേരൻസുമായി കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുകയും ചെയ്യുന്ന സ്കൂളുകളിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം വന്നാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പോൾ പേരൻസിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും സ്കൂളിലാണ് അത് കണ്ടുപിടിക്കപ്പെടുന്നത്. ചില കുട്ടികൾ പേരൻസിൻ്റെ അടുത്ത് പറയാത്ത പല കാര്യങ്ങളും അവർക്ക് പ്രിയപ്പെട്ട ടീച്ചറിനോട് പറയുന്നതായി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് എപ്പോഴും ഓപ്പണായി സംസാരിക്കാൻ, നന്നായി തുറന്ന് സംസാരിക്കാൻ, അത് സ്കൂളിലായാലും വീട്ടിലായാലും ഒരവസരം ഒരാൾ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. അതോടൊപ്പം തന്നെ സ്കൂളുകളിലൊക്കെ മെൻ്റൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ നടക്കാറുണ്ട്. ഇപ്പോൾ അവർക്ക് സോഫ്റ്റ് സ്കില്ലുകൾ, ലൈഫ് സ്കില്ലുകൾ പഠിപ്പിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. പണ്ട് ഈ സോഫ്റ്റ് സ്കില്ലൊന്നും സ്കൂളുകളിലൊന്നും പഠിപ്പിക്കത്തില്ല. ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും നല്ല ട്രെയിനേഴ്സിനെ കൊണ്ടുവന്ന് നല്ല ട്രെയിനിങ്ങുകൾ കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം ജീവിതത്തിൽ ഒരുപാട് സക്സസ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ഈ അക്കാഡമിക് എക്സലൻസ് കൊണ്ട് വളർന്നവരല്ല, സോഷ്യൽ സ്കില്ല് കൊണ്ട് വളർന്നവരാണ്. സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഇമോഷണൽ മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള ഒരുപാട് മെൻ്റൽ ഹെൽത്ത് ട്രെയിനിങ്ങുകളും കിട്ടിയിട്ടുള്ള കുട്ടികൾ, അങ്ങനെയുള്ള സ്കൂളുകളെല്ലാം ഇപ്പോൾ അങ്ങനെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിലും അക്കാര്യങ്ങളിൽ ഏതെങ്കിലും സ്കൂളുകൾ ഇപ്പോഴും ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ കുട്ടിയെ അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മളിതിന് മുമ്പൊരു സ്കൂൾ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അതിലും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ സ്കൂളിൽ കുട്ടികളെ അയക്കാൻ. അതുപോലെ തന്നെ സ്കൂളുകാർക്ക് ചെയ്യാൻ പറ്റും, റെഗുലറായി പേരൻസ് ടീച്ചേഴ്സിൻ്റെ മീറ്റിങ്ങുകൾ കൃത്യമായി നടത്തണം. അപ്പോഴാണ് കുട്ടികളുടെ
റെഗുലറായി ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുട്ടികളിൽ വരുന്ന ഓരോരോ വ്യത്യാസങ്ങളും നമുക്ക് സമയം മനസ്സിലാക്കാനും കുട്ടിക്ക് വീട്ടിൽ എന്തെങ്കിലും ബിഹേവിയറൽ ചേഞ്ചുകൾ ഉണ്ടെങ്കിൽ അത് ടീച്ചറെ ഒന്ന് അറിയിക്കാനും ടീച്ചർക്ക് തന്നെ അവൻ്റെ അക്കാഡമിക്കിൽ നിന്ന് ഡിക്ലൈൻസ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, എന്ത് പറ്റി, മോൻ നന്നായി പഠിക്കുന്ന ആളായിരുന്നല്ലോ, ഇപ്പോൾ കുറച്ച് ദിവസമായി അവൻ പഠനത്തിലൊക്കെ വളരെ ശ്രദ്ധക്കുറവുണ്ട് എന്ന് പേരൻസിനെ അറിയിക്കാനും, അപ്പോൾ നമ്മുടെ വീട്ടിലെ ഇന്ന വിഷയം കൊണ്ടാണ് മോൻ ഇപ്പോൾ പഠിത്തത്തിൽ വളരെ മോശമാകുന്നത് എന്ന് പേരൻസിന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് റെഗുലറായിട്ട് ടീച്ചേഴ്സ് പേരൻസിൻ്റെ മീറ്റിങ്ങുകൾ നടക്കണം. ഇതെല്ലാം സ്കൂൾ തലത്തിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം നടന്നാൽ നമ്മുടെ ഈ കൗമാരക്കാരുടെ ആത്മഹത്യ ഒരു പരിധിവരെ നമുക്ക് താഴോട്ട് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഈ ചെറിയ വീഡിയോ അവസാനം വരെ കണ്ടതിന് വളരെ നന്ദി. നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് നമ്മുടെ കുട്ടികൾ വളരെ നിസ്സാരമായ കാരണങ്ങളിലാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത്. അങ്ങനെ ആർക്കെങ്കിലും ഈ വീഡിയോ കൊണ്ട് ഉപകാരപ്പെടുകയാണെങ്കിൽ അത് നമ്മൾ ഷെയർ ചെയ്യുന്നതിലൂടെ ആകുമ്പോൾ അതിനൊരു വളരെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ടും, അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അവസാനം വരെ കണ്ടതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.